ട്രൈങ് 2-3 സോങ്സ്, ഒന്നും ഇവർക്ക് വർക്ക് ആവുന്നില്ല. പക്ഷെ നാലാമത്തെ ഒരു പാട്ട് ഇത് വന്നപ്പം ഓക്കെ ആയിക്കും, ഉയരിൽ യാ ബട്ട് എനിക്ക് വൺ ഓഫ് മൈ ഫേവറേറ്റ്സ് ഇസ് ചിറാതുകൾ. യാ ഈവൻ മൈ ഫേവറേറ്റ്. യാ അത് ഭയങ്കര ഒരു ഇമോഷണൽ ഒരു ട്രാക്കാണ്. മനസ്സിന് പല പല ഉണ്ട്. പ്രശ്നങ്ങൾ വരും. സംടൈംസ് നമ്മുടെ ലൈഫിൽ ഒരു ടഫ് സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ക്വിക്ക് സാൻഡ് പോലെയാണ്, നമ്മളിങ്ങനെ താഴ്ന്നു പൊയ്ക്കൊണ്ടിരിക്കും. ആ സമയത്ത് ഒരു കറക്റ്റ് മ്യൂസിക് നമ്മുടെ ലൈഫിൽ വരുമ്പോൾ ആ ക്വിക്ക് സാൻഡിൽ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയ പോലെ ഒരു പിടുത്തം നമുക്ക് കിട്ടും. എനിക്ക് അതുപോലെ സുഷിൻ്റെ കുറേ സോങ്സിലൊരു സോങ്ങാണ് ചെറാതുകൾ. അതെന്താണെന്നറിയില്ല, അതിൽ ലിറിക്സ് ആണോ, I don't know what it is. Something has really connected with me in that song. Yeah, it's very soft Very on soft. your ears and Yeah. nothing മറ്റധികം അതെ, ചെവിയിൽ ചെവിയിൽ മറ്റേ കാക്കയുടെ തൂവല് ഇട്ട പോലെ. അതേപോലെ രോമാഞ്ചത്തിലേക്ക് വരുമ്പോൾ വേറെ തന്നെ. അയ്യോ, അതില് നമ്മുടെ ഈ മറ്റേ ആ പാട്ട്, അതിന്റെ പേര് ടൈറ്റിൽ ട്രാക്ക് ആയിരുന്നു. ഞാൻ റിപ്പീറ്റിൽ കേട്ടു. അത് കാറിൽ കേൾക്കണം ഗൈസ്. സുഷിന്റെ ചില പാട്ടുകൾ കാറിനകത്ത് ഫുൾ ബ്ലാസ്റ്റിൽ കേൾക്കുമ്പോഴാണ് അതിന്റെ ഫീല് കിട്ടുന്നത്. ശരിക്കും പെട്ടെന്ന് നമ്മൾ മറ്റേ ഫുൾ പവർ ആവും. അപ്പം ഓരോ മ്യൂസിക്കിനും ഒരു ഹീലിംഗ് പവർ ഉണ്ട്. ഓരോ ആൾക്കും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു പാട്ടുണ്ടാവും. So, and you will never know what is that song doing to another person. Yeah. As a music director, how important is it for you to listen to songs? For me it's important. എനിക്ക് എന്താ നടക്കുന്നതെന്ന് അറിയണം ഒന്ന്. അതെ. പിന്നെ